രമ്യയുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഹോസ്റ്റലിൽ നിന്നാണ്. രാവിലെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവുന്ന തിരക്കിലായിരുന്നു അവൾ. ഇന്ന് പുതിയതായിട്ട് കുറേ സ്റ്റാഫുകളെ എടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ താങ്കൾക്കൊക്കെ പണി കൂടും. അതൊക്കെയായിരുന്നു അവളുടെ ടെൻഷൻ. അങ്ങനെ കുഞ്ഞിനെയും പെട്ടെന്ന് റെഡിയാക്കി അവൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് രമ്യ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് കടയിലേക്ക് പോകാനുള്ള സമയമായി. അവൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ട് കടയിലേക്ക് നടന്നു. കുറച്ച് ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ അവൾ പലതും ആലോചിച്ചാണ് നടന്നത്. അങ്ങനെ കട എത്തിയത് അറിഞ്ഞതേയില്ല. കടയ്ക്കകത്തേക്ക് കയറി ജസ്റ്റ് കണ്ണാടിയൊക്കെ ഒന്ന് നോക്കി സഹപ്രവർത്തകരോടൊക്കെ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു. ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. മനോജിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അനക്കം വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. സാലറി കിട്ടിയിട്ട് അമ്മയുടെ അടുത്തൊന്ന് പോകണം. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പോകണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അവൾ സുഹൃത്തുക്കളോട് പറഞ്ഞു. അതൊക്കെ ചെയ്യണം മോളെ. കാര്യം എന്ന് വെച്ചാൽ എത്രയായാലും നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയച്ഛനും അല്ലേ, അവരെ നോക്കാൻ ഇനി നീ മാത്രമല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ചേച്ചി, അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അവൾ പറഞ്ഞു. അതിനുശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എന്താണെന്നൊക്കെ ചോദിച്ചു. കുഞ്ഞിനിപ്പം 3 വയസ്സ് കഴിഞ്ഞു. അടുത്ത വർഷം ഏതെങ്കിലും പ്ലേ ക്ലാസ്സിലാക്കണം അവൾ പറഞ്ഞു. ഡേ കെയറിൽ തന്നെ മാസം നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പ്ലേ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് ആക്കാം. വയസ്സാവാത്തതുകൊണ്ടാണ് ഡേ കെയറിൽ കൊണ്ടുപോകുന്നത്, അവൾ പറഞ്ഞു. അങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കത്തില്ലേ, അവൾ ചോദിച്ചു. തിരഞ്ഞെടുക്കും. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിന്. നല്ല സാലറിയും പിന്നെ താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം ഫ്രീ അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാഫായിട്ട് വരാൻ ആൾക്കാരുടെ തിരക്കാണ്. സ്റ്റാഫുകളെ എടുക്കുന്നു എന്നറിഞ്ഞാൽ തന്നെ 1000 പേരാണ് ഇൻ്റർവ്യൂവിന് വരുന്നത്. പക്ഷേ കിട്ടുന്നതോ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം. അങ്ങനെ 10 മണി മുതൽ ഇൻ്റർവ്യൂ തുടങ്ങുകയാണ്. അതിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ആൾക്കാരും എല്ലാം സജ്ജമായിട്ടുണ്ട്. അവൾ അവളുടെ സെക്ഷനിലേക്ക് പോയി. കുറേ തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇൻ്റർവ്യൂ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ വന്നു. ചായയൊക്കെ കുടിച്ചിട്ട് നിന്നപ്പോൾ അവളുടെ ചിന്തയിലേക്ക് രവി കയറി വന്നു. രവി ഇപ്പോൾ തന്നെ സഹായിക്കുന്നത് എന്തിനാണെന്നാണ് അവൾ ചിന്തിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടായിരിക്കാം. താൻ ഒരിക്കലെങ്കിലും രവിയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തൻ്റെ ജീവിതം ഇങ്ങനായി മാറില്ലായിരുന്നു. ഇപ്പോൾ രവി കൂടെ കണ്ടേനെ, തൻ്റെ മകൻ കണ്ടേനെ, തൻ്റെ അമ്മ കണ്ടേനെ, തൻ്റെ അച്ഛൻ കണ്ടേനെ. സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പ്രവൃത്തി കാരണം ഒറ്റയടിക്ക് എല്ലാം ഇല്ലാതായില്ലേ. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിതം തന്നെ കൈവിട്ടു പോയി. ഇപ്പോൾ ആരോരുമില്ലാതെ ഈ അവസ്ഥയിൽ വന്ന് കിടക്കുന്നു. രവിക്ക് എന്ത് തോന്നിയോ എന്തോ തന്നെ സഹായിക്കണമെന്നൊരു തോന്നൽ വരാൻ കാരണം. സാധാരണ ഒരു ഭർത്താവും അങ്ങനെ ചെയ്യില്ല. സ്വന്തം ഭാര്യ തന്നെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കുകയും ഒരാപത്ത് ഘട്ടത്തിൽ പോലും തന്നെ സഹായിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും അവൾക്കൊരു കഷ്ടത വന്നപ്പോൾ സഹായിക്കാൻ കാണിച്ച മനസ്സ്, അത് അദ്ദേഹത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനും ലോകത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ രവിയെക്കുറിച്ച് ചിന്തിച്ചു. എന്ത് നല്ല മനസ്സിനുടമയായിരുന്നു. എന്നിട്ടും താൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ലല്ലോ. ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം? രവി ഒരു വാക്ക് തന്നിട്ടുണ്ട്, അതിലെ സന്തോഷത്തിലാണ് അവൾ. മോനെ തനിക്ക് കാണാൻ പറ്റുമല്ലോ. അമ്മയാണെന്ന് അറിയില്ലെങ്കിലും എനിക്കറിയാമല്ലോ അവൻ എൻ്റെ മകനാണെന്ന്. അതുകൊണ്ട് അവനെ ഒന്ന് കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഉടനെ സാധിക്കില്ല, അടുത്ത ആഴ്ച എന്നാണ് രവി പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് അവർ ഡ്രസ്സ് എടുത്ത് പോയതല്ലേ. ഇനി ഉടനെ ഫാമിലിയായിട്ട് വീണ്ടും വരുമ്പോൾ സൗമ്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അതായിരിക്കാം അടുത്ത ആഴ്ച അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അവളുടെ ചിന്ത മുഴുവൻ രവിയെക്കുറിച്ചാണ്. അങ്ങനെ രവിയെ ഓർത്തുകൊണ്ട് അവൾ തൻ്റെ തുണികൾ മൊത്തം മടക്കി വെച്ചു. അതിനുശേഷം കുറച്ചു നേരം അമ്മയെക്കുറിച്ചായി ആലോചന. അമ്മയ്ക്ക് ഇപ്പോൾ തന്നോട് വെറുപ്പായി മാറിയിരിക്കുന്നു. അത് രവിയേട്ടൻ പറയുന്നുമുണ്ട്. അമ്മ വെറുത്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അമ്മയുടെ നിർബന്ധ കാരണമാണല്ലോ രവിയേട്ടനെ കല്യാണം കഴിച്ചത്. അമ്മ അത്രത്തോളം ആഗ്രഹിച്ച് കൈവിടാൻ പറ്റാത്തൊരു മരുമകനായിരുന്നു രവി. അതുകൊണ്ട് തന്നെയാണ് തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഒടുവിൽ ഒരു കാരണവുമില്ലാതെ താൻ രവിയെ ഉപേക്ഷിച്ച് പോയില്ലേ. പിന്നെ അമ്മയ്ക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയും? അമ്മയ്ക്ക് ഒരുപക്ഷെ എന്നെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം രവിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മ രവിയെ കൈവിടാതെ എന്നെ രവിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഒരിക്കലും ഇവരെ ഒന്ന് മുന്നിൽ ചെന്ന് പെടരുതേ എന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. കണ്ടില്ലേ, രവി തൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ കഷ്ടതകൾ മുഴുവൻ അറിയുകയും ചെയ്തു. എന്തു പറയാനാണ്? ആരും കാണരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആൾ തന്നെ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ഓരോ വികൃതികളെ അവൾ ആലോചിച്ചു.
അങ്ങനെ ആലോചിച്ച് നിൽക്കവേ കടയിൽ തിരക്ക് കൂടി. അങ്ങനെ അവൾ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന തിരക്കുകളിലേക്ക് പോയി. രവി ഇതേ സമയം ഓഫീസിലായിരുന്നു. രവിയുടെ ചിന്തയും രമ്യയെക്കുറിച്ച് തന്നെയായിരുന്നു. അവളെ കണ്ട നിമിഷവും അവളോട് സംസാരിച്ച നിമിഷവും അവൾ തൻ്റെ കൈ പിടിച്ച് സത്യം ചെയ്യിച്ചതും താൻ അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം പിടിച്ചുയർത്തിയതും അതൊക്കെ അവൻ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് സന്തോഷം കൊള്ളുകയായിരുന്നു. എന്തു ചെയ്യാനായി ഇടയായിട്ട് അവളുടെ മുഖം മാത്രം മനസ്സിലേക്ക് വരുന്നു. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യുമെന്നാണ് അവൻ ആലോചിച്ചത്. തൻ്റെ സൗമ്യ, തൻ്റെ മക്കൾ, തൻ്റെ അമ്മ. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല താൻ ചെയ്യുന്നത്. ഒരിക്കൽ പോലും അവളെ മനസ്സിലേക്ക് പോലും കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. പക്ഷേ പാടില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്തോ ചെയ്യാൻ അവനിങ്ങനെ ആലോചിച്ചു. പകരം സൗമ്യയെ പ്രതിഷ്ഠിക്കാൻ അവനാവുന്ന നോക്കിയിട്ടും അത് സാധിക്കുന്നില്ല. വീണ്ടും രമ്യ തന്നെ പൂർവാധിക ശക്തിയോടെ മനസ്സിലേക്ക് കയറി വരുന്നു. അവളോട് തനിക്ക് പ്രണയമോ അതോ അടുപ്പമോ അതോ സഹതാപമോ സ്നേഹമോ എന്ത് വികാരമാണെന്നറിയില്ല. പക്ഷേ 24 മണിക്കൂറും അവളുടെ ചിന്തയും അവളുടെ മുഖവും തന്നെ മനസ്സിലേക്ക് കയറി വരുന്നു. ഇപ്പോൾ എന്ത് ജോലി ചെയ്താലും അവളെ ഓർത്തുകൊണ്ടാണ് ചെയ്യുന്നത്. പലതും പാളിപ്പോകുന്നത് പോലും താൻ അറിയുന്നില്ല. സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് തെറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാവുന്നത് തന്നെ. തനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു. പക്ഷേ സൗമ്യയാകട്ടെ 24 മണിക്കൂറും രവിയെ തന്നെ ആലോചിച്ചിരിക്കുന്ന ഒരു പാവം പെൺകുട്ടി. തൻ്റെ ഭർത്താവ് അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. അവളെ താൻ മനസ്സിലാക്കാതെ രമ്യ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് താനും ചെയ്യുന്നതെന്ന് അവന് തോന്നി. രമ്യ തൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് പഴയ കാമുകനെ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ താൻ ചെയ്യുന്ന എന്താണ്? തൻ്റെ ഭാര്യ കൂടെ ഉള്ളപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഭാര്യയെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കുമെന്നാണ് അവൻ ചിന്തിച്ചത്. വല്ല കൗൺസിലിങ്ങിലും പോയാലോ എന്ന് അവൻ ആദ്യം ആലോചിച്ചു. പക്ഷെ ആരും അറിയാതെ വേണം പോവാൻ. അവളെ സഹായിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അവളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ച് അവളെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അപകടമാണ്. താൻ എപ്പോഴും അതങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തെ ബാധിക്കും. സൗമ്യ എങ്ങാനും അറിയാനിടയായാൽ അതോടെ എല്ലാം അവസാനിക്കും. അവൾ അത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ട്. സൗമ്യ തന്നെ ഉപേക്ഷിച്ചു പോയാൽ പിന്നെ ജീവിതം മൊത്തത്തിൽ ശൂന്യതയാവും. വീണ്ടും താൻ പഴയ അവസ്ഥയിലേക്ക് പോകും. അതൊന്നും വേണ്ട. അതൊന്നും ഓർക്കാൻ കൂടി തനിക്ക് പറ്റില്ല. എനിക്ക് എന്നും എൻ്റെ സൗമ്യ തന്നെ വേണം കൂടെ. എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഇവരാണ് തൻ്റെ ലോകം. അത് കഴിഞ്ഞിട്ടേ തനിക്ക് രമ്യയുള്ളൂ. അവൻ വീണ്ടും മനസ്സിൽ ആവർത്തിച്ചു. അവളെ സഹായിക്കണം. പിന്നെ മോനെ അവളെ കൊണ്ട് കാണിക്കണം. അത് അവളുടെയും കൂടി അവകാശമാണല്ലോ. പിന്നെ ഇത്രയും നാളും ഇങ്ങനൊരു മോനുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ ഒരിക്കൽ പോലും കാണാനോ തിരക്കി ഒന്ന് വരികയോ ചെയ്തിട്ടില്ല. അതും അവളുടെ കയ്യിലെ തെറ്റ് തന്നെയാണ്. ഏതൊരമ്മയാണെങ്കിലും പ്രസവിച്ച മക്കളെ ഒരിക്കലെങ്കിലും കാണാൻ വരേണ്ടതാണ്. പക്ഷേ അതിനുപോലും അവൾ ശ്രമിച്ചില്ല. എന്നിട്ടും താൻ അവളെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാമെന്ന് വാക്ക് കൊടുത്തു. താൻ എന്താ ഇങ്ങനെ ആയി എന്ന് രവി ചിന്തിച്ചു. ഇത്രയും പാവം ഒരിക്കലും ആകാൻ പാടില്ല. കുറച്ചൊക്കെ ധൈര്യവും തൻ്റെ ഇടവും ദേഷ്യവും വാശിയുമൊക്കെ ഉണ്ടാകണം ആണുങ്ങൾക്ക്. അല്ലെങ്കിൽ തന്നെ പോലെ പരാജയപ്പെട്ടു പോകുമെന്ന് രവി ഇങ്ങനെ ചിന്തിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് താൻ നേരിട്ടത്. സ്വന്തം ഭാര്യയിൽ നിന്ന് തന്നെ അവഗണനയും വീർപ്പും എല്ലാം താൻ അനുഭവിച്ചു. എന്നിട്ടും അവൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്ത. അവളെ താൻ അന്നേരം അത്രത്തോളം സ്നേഹിച്ചിരുന്നല്ലോ എന്ന് അവൻ ഓർത്തു. പോട്ടെ, എല്ലാം വിധിയായിരിക്കാം. അവൾക്ക് വേണ്ടി ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. നല്ല എമൗണ്ടാണ് പറയുന്നത്. കുറച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരടുക്കുന്ന മട്ടില്ല. എങ്കിലും അവൻ അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അവൻ ബ്രോക്കറെ വിളിച്ച് പറഞ്ഞു, ഞാൻ നാളെ തന്നെ അഡ്വാൻസ് എത്തിക്കാം. വീട് ആർക്കും പോകരുത്. അത്യാവശ്യം വസ്തുവും വലിയൊരു വീടുമുണ്ട് അതിനകത്ത്. അവൾക്ക് വേണ്ടി ചെയ്തു വയ്ക്കുന്ന സെറ്റപ്പുകളാണ്. അവളുടെ പേരിൽ തന്നെ എഴുതാനും അവൻ മറന്നില്ല. നാളെ ഒരു സമയത്ത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൾ വഴിയാതരമാകരുത്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ പേരിൽ എഴുതാമെന്ന് ചിന്തിച്ചത്. 1 മാസം കഴിഞ്ഞാൽ എഴുതാം. അഡ്വാൻസൊക്കെ കൊടുത്തിട്ടിരുന്നാൽ പിന്നെ ആ വീട് പോവില്ലല്ലോ. പൈസ കുറച്ചും കൂടി സെറ്റാവാനുണ്ട് അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൾക്ക് ഒരു സെർവൻറ്റിനെ ഏർപ്പാടാക്കി കൊടുക്കണം. അത് വീടൊക്കെ ആയിട്ട് മതി അവൻ ചിന്തിച്ചു. കുഞ്ഞിനെ ഏതെങ്കിലും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം. ഇതൊക്കെ അവൻ്റെ സ്വപ്നങ്ങളാണ്. സ്വന്തം ഫാമിലിയെക്കാട്ടി ഉപരിയായി അവളുടെ ലൈഫും അവളുടെ സ്വപ്നങ്ങൾക്കും പിറകെയാണ് താൻ. അതങ്ങനെയാകണം. സ്നേഹിച്ചവർ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല. അവർ നമ്മളോടൊപ്പം തന്നെ ഉയരണം. അതാണ് രവിയുടെ ചിന്താഗതി. അങ്ങനെ അഡ്വാൻസും കാര്യങ്ങളുമൊക്കെ വിളിച്ചു പറഞ്ഞ് സെറ്റാക്കി. അതിനുശേഷമാണ് അവളുടെ ഫോൺ നമ്പർ തൻ്റെ കയ്യിലുള്ള കാര്യം രവി ഓർത്തത്. താനെന്തൊരു മണ്ടനാണ്. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചോദിക്കുകയോ വിളിക്കുകയോ ചെയ്യാമായിരുന്നു. 2 ദിവസമായി നമ്പർ കിട്ടിയിട്ട് ഇതുവരെ ഒന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ കൂട്ടാക്കിയില്ല. അവൻ ലഞ്ച് ടൈം നോക്കി അവളെ വിളിച്ചു. അവൾ മറുതലയ്ക്കൽ ഹലോ വെച്ചു.
ഞാൻ രവി. ആ മനസ്സിലായി. സ്വരം കേട്ടപ്പോഴേ മനസ്സിലായി. അവൾ പറഞ്ഞു. ആ നീ കഴിച്ചോ? ഇല്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നല്ല തിരക്കായിരുന്നു കടയിൽ. രവി കഴിച്ചോ? ഇല്ല, ഞാനും കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് കഴിക്കണം. എന്താ, സമയമായല്ലോ, കഴിക്കാറായില്ലേ? കുറച്ച് വർക്കുണ്ടായിരുന്നു, രവി പറഞ്ഞു. പിന്നെ എന്നാണ് കടയിലേക്ക് വരുന്നത്? അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവന് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച. ഞാനൊരു കാര്യം പറയാനും കൂടിയാണ് വിളിച്ചത്. വസ്തുവിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു കേട്ടോ. വസ്തുവിനോ? ആ, നിനക്ക് വസ്തുവും വീടും വാങ്ങിച്ചു തരുന്ന കാര്യം പറഞ്ഞില്ലേ, അതിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു. അവൾ ഒരു നിമിഷം നിശബ്ദയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.